നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസും ജീവനക്കാരും ചേർന്ന് പാമ്പാടി നെഹ്റു കോളേജിലെത്തിച്ച് തന്നെ മർദ്ദിച്ചെന്ന ഒറ്റപ്പാലം ലക്കിടി കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്തലിയുടെ പരാതിയിൽ എഫ്ഐആർ തയ്യാറാക്കിയപ്പോൾ ജാമ്യം ലഭിക്കുന്ന 3 വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. കേസെടുത്ത പഴയന്നൂർ പോലീസ് വരുത്തിയ ഗുരുതര വീഴ്ചയാണിതെന്നാണ് ഇപ്പോൾ കേസന്വേഷിക്കുന്ന തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫ്രാൻസിസ് ഷെൽബിയുടെ റിപ്പോർട്ട്. ലക്കിടി കോളേജിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പാമ്പാടി കോളേജിലെ മുറിയിലെത്തിച്ച് മർദ്ദിച്ചെന്നും വ്യാജരേഖകളിൽ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. ഇതുപ്രകാരം ജാമ്യമില്ലാത്ത കുറ്റങ്ങളായിരുന്നു ചുമത്തേണ്ടിയിരുന്നത്. എന്നാൽ എഫ്ഐആർ തയ്യാറാക്കിയ പഴയന്നൂർ ASI ജ്ഞാനശേഖരൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾ മാത്രം ചുമത്തി. പി കൃഷ്ണദാസിനെയും കൂട്ടുപ്രതികളെയും രക്ഷപ്പെടുത്താനുള്ള വഴിയൊരുക്കലായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ഇട്ടതിനാലാണ് 1 മാസത്തോളം വൈകിയതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജിഷ്ണു കേസിന് പിന്നാലെയുണ്ടായ പരാതിയിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താൻ തയ്യാറായിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനശേഖരനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തൃശൂർ.